ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് പുതിയ ഒരു എപ്പിസോഡുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ നൈറ്റ് സർവൈവൽ ടാസ്ക്, അതായത് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള ടാസ്കിൽ ആരെങ്കിലും ഔട്ടായോ എന്നുള്ളത്. കാരണം ഇന്നലെ അകത്തുള്ള ഒരാൾ നമ്മളുടെ ഈ ടാസ്കിൽ വന്നിട്ടുണ്ടല്ലോ, മുൻഷി രഞ്ജിത്ത്, അതുപോലെ ഷാനവാസ് അകത്തേക്കും പോയി. അപ്പൊ അതിൽ ആരെങ്കിലും ഇന്ന് ഔട്ടായോ? അതുപോലെ തന്നെ ഇന്ന് വീട്ടില് രാവിലെ വൻ അടിയാണ്, വൻ ഫൈറ്റ് ആണ്, കരച്ചിലും വീഴ്ചലും ആ സീൻ കോൺട്ര ആയിരിക്കാണ്. അപ്പൊ അതെന്തൊക്കെയാണ്? നമ്മുടെ രേണുവും അനീഷും തമ്മിൽ അടിയുണ്ടായി, അനീഷും അനുമോളും തമ്മിൽ അടിയുണ്ടായി, ആര്യനും അനുമോളും തമ്മിൽ അടിയുണ്ടായി. ഇന്ന് പൊതുവെ അനുമോളിന് വല്ലാത്തൊരു ദിവസമാണ്. അതുപോലെ തന്നെ പുതിയ വീക്കിലേക്ക്, നെക്സ്റ്റ് വീക്കിന്റെ ക്യാപ്റ്റൻസി ടാസ്ക് നുള്ള ആൾക്കാരെ തെരഞ്ഞെടുത്തു. ജയിൽ നോമിനേഷൻ, ജയിലിലേക്ക് പോകുന്ന ആൾക്കാരെ തെരഞ്ഞെടുത്തു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പോരല്ലാതെ നമ്മുടെ കുഴിമന്തിയും ഷവായും എന്താ പറയാ ബിരിയാണിയും പൊറോട്ടയും മട്ടൻ കറിയും ഒക്കെ ഇന്ന് കിട്ടിയിട്ടുണ്ട് അവർക്ക്. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണാം, എങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നേരിട്ട് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് നമ്മളുടെ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള ടാസ്കിൽ മുൻഷി രഞ്ജിത്ത് ആയിരുന്നു ഇന്നലെ പുതിയതായിട്ട് വന്നിരുന്നത്. അതുപോലെ നമ്മുടെ ഷാനവാസ്ക അകത്തേക്കും പോയി. അപ്പോൾ അതിൽ മുൻഷി രഞ്ജിത്തും ടീമും നല്ല ഭംഗിയായിട്ട് തന്നെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു ആ ഒരു ടാസ്ക്. ആരും തന്നെ ഔട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളി സെറ്റ് ആയിരുന്നു. ടാസ്കിലൊക്കെ നല്ല എൻജോയ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ടാസ്ക് തീർന്നു. ജിസൈലിനൊക്കെ നല്ല രീതിയിൽ ഇന്നലെ ഉറങ്ങാൻ പറ്റി എന്ന് പറഞ്ഞ് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് മുൻഷി രഞ്ജിത്തിനോട്. ഓക്കെ, അപ്പോൾ രാവിലെ നല്ല ഫ്രഷ് ആയിട്ട് മോർണിംഗ് വേക്കപ്പ് സോങ് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നമ്മളുടെ ബിഗ് ബോസിന്റെ ഇന്നത്തെ ഡേ തുടങ്ങുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതും ഒരു സൈഡിൽ നമ്മുടെ രേണു ചേച്ചി പോയിരുന്ന് കരയുന്നുണ്ട്. ഋതപ്പനെയും അതുപോലെ തന്നെ കിച്ചുവിനെയൊക്കെ കാണണം, ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു, എൻ്റെ ആത്മാവാണ്, എൻ്റെ ചക്കരയാണ്, പൊന്നാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ മതി എന്നുള്ള ആ വിഷമം ക്യാമറ നോക്കിയിട്ട് പറയുന്നെങ്കിലും ക്യാമറ എവിടെയാണോ ഉള്ളത് അവിടെ പോയിരുന്ന് നല്ല രീതിയിൽ പുള്ളിക്കാരി വിഷമിക്കുന്നുണ്ട്. ജെനുവനായിട്ട് തന്നെ ആയിരിക്കും. ഒബിയസ്ലി ഒരു അമ്മയ്ക്ക് മക്കളെ പിരിഞ്ഞിരിക്കുമ്പോൾ ഒരു വിഷമമായിരിക്കും. ഓക്കെ, അത് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പുള്ളിക്കാരി ബെഡ്റൂമിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കിടന്ന് ഇങ്ങനെ കണ്ണടച്ചു എന്ന് പറയുന്നു. അത് ശരിക്കും നമ്മൾ കണ്ടിട്ടില്ല. കണ്ണടച്ചു എന്ന് പറഞ്ഞിട്ട് അനീഷ് അവിടെ കിടന്ന് ഭയങ്കര വഴക്ക്. രേണു ആണെങ്കിൽ ഇപ്പൊ കരണം അടിച്ചു പൊട്ടിക്കുന്നുള്ള ലെവലിലാണ് നിന്ന് ഭയങ്കര ഫയറായിട്ട്. രേണു തന്നെ പറഞ്ഞു, ഞാൻ ഫ്ലവർ അല്ലടാ ഫയർ ആണെന്ന്. അതുപോലെ ഇന്ന് ഫയർ ആയിട്ട് തന്നെ നിന്നു ഭയങ്കരമായിട്ട്. എൻ്റെ പൊന്നു, എന്തൊരു ഒച്ചയാണേ! സത്യം പറഞ്ഞാൽ പ്രതീക്ഷിക്കില്ല നമ്മൾ ആ ഒരു ശരീരത്തിൽ നിന്നും ഇത്രമാത്രം ഒച്ചയും ബഹളമൊക്കെ ഉണ്ട്. കാരണം അത്രമാത്രം ഇന്ന് ഫയറായിട്ട് രേണു ചേച്ചി ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഭയങ്കര പ്രശ്നമായി, എല്ലാവരും ഇടപെട്ടു. നമ്മുടെ അനീഷാണെങ്കിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അനീഷ് ഒരു ചോദ്യം ചോദിച്ചു, രേണു എന്നാ വിളിക്കുന്നത്. അപ്പൊ രേണു അല്ല, സുധി എന്നാണ്. അപ്പൊ സുധി ആരാന്ന് അറിയില്ല, സുധി ആരാന്ന് പോലും അനീഷിന് അറിയില്ല എന്നാണ് പറയുന്നത്. എന്തൊരു ഫേക്ക് അല്ലെ! കാരണം ഇവരെയൊക്കെ നേരത്തെ നമ്മൾ വേറെ വല്ലവരെയും അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഈ സുധിനെ അറിയില്ല, സുധി ആരാന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ അത് ശരിക്കായിട്ട് ഒരു ഫേക്ക് പ്ലേ ആയിട്ട് തോന്നി. അപ്പൊ അങ്ങനെയിട്ട് ഭയങ്കരമായിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഇടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതും പിന്നെ അനുമോളായിട്ട് വഴക്കായി അനീഷ്. അതായിരുന്നു അടുത്തത്. അനുമോളുമായിട്ട് ഗംഭീര വഴക്കാണ്. അനുമോള് ആകാശത്തുനിന്ന് നിലത്തിറങ്ങി നിൽക്കുക, ഭൂമിയിൽ കാലൂത്തി നിൽക്കാൻ. നിന്റെ അഹങ്കാരമൊന്നും വേണ്ട, മീൻസ് ആക്ടർ ആണെന്നുള്ള ഇതൊക്കെ വിട്ടിട്ട് നീ ജെന്യൂനായിട്ട് കളിക്കാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പൊരിഞ്ഞടിയാണ്. സോ അതില് കൂടെ ഫെഡപ്പ് ആവുന്നുണ്ട്. കാരണം ഫുൾ അനീഷാണ്. അനീഷ് നിറഞ്ഞു നിൽക്കുകയാണ്. കിട്ടുന്നവരുടെ അടുത്തൊക്കെ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, കിട്ടുന്നവിടെ നിന്നൊക്കെ സ്പേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഉച്ച വരെ അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ ലാസ്റ്റ് സൂപ്പർ പവർ കിട്ടിയിട്ടുള്ള ഗോൾഡ് കിട്ടിയിട്ടുള്ളത് നമ്മളുടെ അക്ബറിനാണ്. അപ്പോൾ അക്ബറിന് ഇന്ന് നമ്മളുടെ പണിപ്പുരയിലേക്ക് കയറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് പറഞ്ഞിട്ടുള്ള പോയിന്റ്സിനുള്ള കാര്യങ്ങൾ അക്ബറിന് സെലക്ട് ചെയ്യാം. സ്വന്തമായിട്ടുള്ളതാവാം, ജനറൽ ആയിട്ടുള്ളതാവാം. അതിൽ ഒരു ഓപ്ഷൻ പറയുന്നുണ്ട്, അക്ബറിന് ഇഷ്ടപ്പെട്ട ഫുഡുകൾ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതും അക്ബറിന് എടുക്കാമെന്ന്. അപ്പൊ അക്ബർ നല്ല അടിപൊളിയായിട്ട് തന്നെ ഗെയിം കളിച്ചു. അക്ബർ വേണ്ടത്രയും ഫുഡ് എടുക്കാവുന്ന മാക്സിമം എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് പോയിന്റ്സ് കൂടുതലായിരുന്നു. ആ കൂടുതലുള്ള പോയിന്റ്സ് തിരികെ വെക്കാനായിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള ഫുഡ് എന്തൊക്കെയാന്ന് വെച്ചാൽ അവർക്ക് പൊറോട്ടയും മട്ടൻ കറിയും കിട്ടിയിട്ടുണ്ട്.
ഷവായ കിട്ടിയിട്ടുണ്ട്, ചിക്കൻ ബർഗർ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ പിന്നെന്തായിരുന്നു, ചിക്കൻ ബിരിയാണി കിട്ടിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. സോ അവർ ഭയങ്കര ഹാപ്പിയാണ്, കാരണം എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അതാണ് എടുത്തത്. അല്ലാണ്ട് പേഴ്സണലായിട്ട് ഒന്നും തന്നെ അക്ബർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലേ ആണ്. കാരണം ബാക്കിയുള്ളവർക്ക് എല്ലാവരും വിശന്നിരിക്കണം, അവർക്ക് അതായത് മതിയായിട്ട് ഭക്ഷണമൊന്നും കിട്ടുന്നില്ല. സോ അത് നല്ലൊരു ടാസ്ക് ആയിരുന്നു, നല്ല രീതിയിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞത് അടുത്ത അടി എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുമോളും ആര്യനും തമ്മിലാണ്. അത് ആര്യൻ മറ്റേ റിംഗ് ഫിംഗർ കാണിച്ചു എന്നുള്ളൊരു പ്രശ്നമാണ്. എല്ലാ സീസണിലും ഇങ്ങനെ ഒരു ഇഷ്യൂ വരാറുണ്ട്. സെയിം ഇത് ഫസ്റ്റ് വീക്കിൽ തന്നെ വന്നിരിക്കുകയാണ്. നമ്മളുടെ ആര്യൻ അനുമോളുടെ അടുത്ത് അത് കാണിച്ചു. അതിന് വേണ്ടിയിട്ട് അവിടെ ഭയങ്കരമായിട്ട് വാക്തർക്കം, എല്ലാവരും കൂടിയിട്ട് അനുമോളിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കാരണം അനുമോളുടെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലുള്ള ഒരു കാര്യമാണ്. അനുമോള് ആ ഇൻസിഡന്റ് നടക്കുന്ന ആ സമയത്ത് തന്നെ പ്രതികരിക്കണമായിരുന്നു. അനുമോൾ അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴോ വേറെന്തൊക്കെയോ ഒരു പ്രശ്നം വന്ന് ഏറ്റുമുട്ടുമ്പോഴാണ് ആ പഴയ കാര്യം എടുത്തിട്ടിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. സോ അതെന്തോ എനിക്ക് നന്നായിട്ട് തോന്നിയില്ല. അനുമോൾ കുറച്ചും കൂടെ ഒന്ന് ബോൾഡായിട്ട് പറയേണ്ട കാര്യങ്ങൾ നല്ല നിലപാടോടുകൂടി പറയുക, നല്ല നല്ല ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് അത് യൂട്ടിലൈസ് ചെയ്യുക. കാരണം അനുമോൾക്ക് സ്പേസ് ഉണ്ടാക്കാൻ വേറെ ഒരു ഇതും കിട്ടുന്നില്ല. അപ്പൊ അനുമോള് എന്തായാലും നല്ലൊരു ആക്ടറാണ്, നല്ല കഴിവുള്ളതാണ്. സോ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെ എപ്പോഴോ കഴിഞ്ഞ കാര്യത്തിനെ ചൊല്ലിയിട്ട് പിന്നീട് ആ പ്രശ്നം കൊണ്ടുവന്ന് അത് വെറുതെ അതിനെ വലിച്ചിട്ട് അതൊരു കണ്ടന്റ് ആക്കേണ്ട കാര്യമില്ല. അത് അപ്പൊ തന്നെ തീർക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ പേരിൽ അനുഭവങ്ങൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് കരഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറെ പേര് ആര്യനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞൊന്ന് അതിൻ്റെ ആ ഒരു വിഷമം മാറുന്നതിന് മുന്നേ നമ്മളുടെ ജയിൽ നോമിനേഷൻ ടാസ്ക് ആരംഭിച്ചു. ജയിൽ നോമിനേഷനിലുള്ളത് നമ്മളുടെ ലാസ്റ്റ് വീക്കിൽ കളിച്ച എല്ലാ ആൾക്കാരും, അതായത് ലാസ്റ്റ് വീക്കിൽ നല്ല ആക്റ്റീവായിട്ട് കളിച്ച് പോയിന്റ്സ് കിട്ടിയിട്ടുള്ളവരൊക്കെ ഒരു സൈഡിലേക്ക്, പിന്നെ വീക്കായിട്ട് ഒരു പോയിന്റ്സും കിട്ടാതെ തോറ്റുപോയ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഒരു സൈഡിലേക്ക് ഇരിക്കാൻ പറയുന്നുണ്ട്. അതിന്ന് ഒരാളെ അതിന്ന് 2 പേരെ ജയിൽ നോമിനേഷനിലേക്ക് തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട്. അപ്പൊ അതില് നമ്മുടെ അനീഷിന് നല്ലൊരു ചാൻസ് കിട്ടി. ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ക്യാപ്റ്റന് നേരിട്ട് ഒരാളെ സെലക്ട് ചെയ്യാൻ പറ്റും, നോമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ക്യാപ്റ്റൻ സെലക്ട് ചെയ്തത് ആരായിരിക്കും? അതിൽ ഏറ്റവും ക്ലാഷ് വന്നിട്ടുള്ളത് നമ്മളുടെ അപ്പാനിയായിട്ടാണ്. അപ്പോൾ അനീഷ് സെലക്ട് ചെയ്ത് അപ്പാനിനെ ഡയറക്റ്റ് നോമിനേഷൻ ജയിലിലേക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കി ഓരോരുത്തരിങ്ങനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വോട്ടുകളുമായിട്ട് ജയിലിലേക്ക് പോകുന്നത് നമ്മുടെ അനുമോളാണ്. അപ്പൊ അനുമോളും അപ്പാനിയും കൂടെ ജയിൽ നോമിനേഷനിലേക്ക് സെലക്ട് ആയി കഴിഞ്ഞു. അപ്പൊ അവരാണ് ഫസ്റ്റ് വീക്കില് സീസൺ 7 ബിഗ് ബോസ് സീസൺ 7 ഫസ്റ്റ് വീക്കിൽ ജയിലിൽ കിടക്കാൻ പോകുന്ന അവർ 2 പേരുമാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവർ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ അപ്പാനി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അനു നമ്മൾ എന്തായാലും ഫൈനൽ 5 ഉണ്ടാവും, നമുക്ക് ഫസ്റ്റ് വീക്കിൽ തന്നെ ജയിലിൽ കിടക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മുടെ ഗെയിമാണ്, നമ്മൾ എന്തായാലും ഫൈനൽ 5 ഉണ്ടാവുന്നത്. സോ നമുക്ക് കാത്തിരുന്ന് കാണാം ഫൈനൽ 5 വരെ ഇവർ വരുമോ എന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നടന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ക്യാപ്റ്റൻസി ടാസ്ക് ആണ്. ക്യാപ്റ്റൻസി അടുത്ത വീക്കിലെ ക്യാപ്റ്റനെ സെലക്ട് ചെയ്യാനുള്ള ടൈമായിരുന്നു. അപ്പൊ അതിന് നല്ല രീതിയിൽ ഗെയിം കളിച്ച, അതായത് ലാസ്റ്റ് വീക്ക് ടാസ്കുകൾ നല്ല രീതിയിൽ കളിച്ച് പോയിന്റ്സ് ഉള്ള ആൾക്കാരിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 പേരെ സെലക്ട് ചെയ്യാൻ, 2 ആണോ 3 ആണോ, സോറി കൺഫ്യൂഷൻ വന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 പേരാണ് സെലക്ട് ആയിട്ടുള്ളത്. അതിൽ സെലക്ട് ആയിട്ടുള്ളത് ഷാനവാസ്, ബിന്നി, പിന്നെ അബി. ഓക്കെ, അബിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട്. അബിയും ബിന്നിയും അതുപോലെ തന്നെ ഷാനവാസും ആണ് 3 പേരാണ് ക്യാപ്റ്റൻസിയിലേക്ക് സെലക്ട് ആയിട്ടുള്ളത്. അത് ഇനി ഒരു ടാസ്ക് വെച്ചിട്ട് ആ ടാസ്കിൽ വിൻ ചെയ്യുന്ന ആളായിരിക്കും നെക്സ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻ. ഓക്കെ, സെക്കൻഡ് വീക്ക് ക്യാപ്റ്റൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ചെറിയ ചെറിയ കുശുമ്പും കുന്നായ്മകളും പിന്നെ ഗെയിം പ്ലാൻസും സ്ട്രാറ്റജീസും ഒക്കെ ഒരു ഭാഗത്ത് കൂടെ നടന്നു പോകുന്നുണ്ട്. അതിൽ നല്ല എന്റർടൈൻമെന്റ് ആയി തോന്നിയത് നമ്മളുടെ നെവിൻ തന്നെയാണ്. നെവിൻ ഭയങ്കര ചില്ലടിച്ച്, മീൻസ് പുള്ളിക്കാരെ റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളത് അറിയില്ല, പക്ഷെ ഭയങ്കര ചിൽ വൈബാണ്. മീൻസ് എല്ലാവരുടെ, പക്ഷെ അത് കളിക്കുന്നതിൻ്റെ ഇടയിൽ കാര്യവും ആവുന്നുണ്ട് കേട്ടോ. കാരണം പറയേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ ഫണ്ണി ആയിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ എത്രത്തോളം പുറത്ത് പ്രേക്ഷകർ നെവിനെ ഏറ്റെടുത്തു എന്നല്ല, പക്ഷെ കുറെയൊക്കെ കമന്റ്സ് ഞാൻ കാണാറുണ്ട്, നെവിൻ ഭയങ്കര അടിപൊളി എന്റർടൈനർ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത്രയും വിശേഷങ്ങളാണ് ഈ ഒരു ദിവസം നടന്നത്. അപ്പൊ അടുത്ത വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും